നമസ്കാരം. ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ കോട്ടായിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരസ്യമായ പ്രതിഷേധം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് കോട്ടായിയിൽ പ്രതിഷേധ യോഗം. ചില കോൺഗ്രസ് നേതാക്കൾ ഖദറിന് തട്ടിപ്പുകാരുടെ വസ്ത്രമെന്ന പ്രതിച്ഛായ നൽകിയെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ. ഗ്രൂപ്പ് പ്രീണനത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പിന്മാറിയില്ലെങ്കിൽ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കും. കാർഷിക മേഖലയുടെ നട്ടെല്ലൊടിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം സ്വീകരിക്കുന്നതെന്ന് സ്വതന്ത്ര കർഷക സംഘം ദേശീയ ജനറൽ സെക്രട്ടറി K മുഹമ്മദ് കുട്ടി. കർഷകർ കൃഷിയിൽ നിന്ന് കൂട്ടമായി പിന്മാറുന്നു. പാലക്കാട്ട് സ്വതന്ത്ര കർഷക സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ കർഷക സംഗമം. സ്ത്രീ ശാക്തീകരണത്തിന്റെ സർവകലാശാലയാണ് കുടുംബശ്രീ പ്രസ്ഥാനമെന്ന് K ശാന്തകുമാരി MLA. അവഗണിക്കാനാകാത്ത സംവിധാനമായി കുടുംബശ്രീ മാറിയെന്ന് MLA P മമ്മിക്കുട്ടി. ഷൊർണൂരിലും മങ്കരയിലും കുടുംബശ്രീ CDS വാർഷികാഘോഷം. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും PSC വഴി നിയമനം നടത്താത്ത സ്ഥാപനങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണെന്ന് SC/ST കോർഡിനേഷൻ. PSCയെ മൂലക്കിരുത്തി നടത്തുന്ന നിയമനങ്ങളിൽ സംവരണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്നു. ഇത്തരം സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ അടിയന്തരമായി PSCക്ക് വിടണമെന്ന് SC/ST കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി T മായാണ്ടി. വാർത്തകൾ വിശദമായി. പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ പരസ്യ പ്രതിഷേധവുമായി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ DCC പ്രസിഡന്റ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. ഖദർ തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും വസ്ത്രമെന്ന പ്രതിച്ഛായയാണ് ചില നേതാക്കൾ സൃഷ്ടിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ഗ്രൂപ്പിന്റെ പേരിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സംരക്ഷിക്കുകയാണെന്ന് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഈ നിലപാട് പാർട്ടിക്ക് ദോഷകരമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോട്ടായിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുകയാണ്. പ്രതിഷേധ സംഗമത്തോടൊപ്പം കോട്ടായിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. കൺവെൻഷൻ കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിൽ ആദർശം കൊണ്ട് വന്നവരല്ല ഇവരെ. നിങ്ങളെ സമീപിച്ച ആളുകളെല്ലാം പറഞ്ഞത് നമുക്കൊരു വലിയ വസന്തകാലത്തെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം കൂടെ നടക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാത്തിന്റെയും ഉസ്താദാക്കൾ. കാരണം ബുദ്ധിപ്പിച്ചിട്ട്, അതായത് എങ്ങനെയെങ്കിലും ഇത് ശക്തമായി പോകാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പലതരത്തിലുള്ള ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗദറിട്ടവരെ എല്ലാവരും കോൺഗ്രസ്സുകാരാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഒരു കാര്യമില്ല. പല തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടി മാത്രം ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് ഇപ്പോൾ ഗദർ. അത് കോട്ടായിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിഷയങ്ങളെ കഴിഞ്ഞ 3 കൊല്ലമായി എന്തിനാണ് നമ്മൾ ഈ പ്രതിഷേധം നടക്കുന്നത്? കഴിഞ്ഞ 3 കൊല്ലമായി പാർട്ടിയുടെ യാതൊരു പരിപാടിയിലേക്കും വരാതെ നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട അമ്മമാരും സഹോദരന്മാർ രാപ്പകലില്ലാതെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകി ജയിപ്പിച്ചവർ പാർട്ടിയുടെ ഒരു പരിപാടിയിലേക്കും കാണുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? DCC പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാട് ആരോപിച്ച് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്ന് രാജിവെച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന സെറീന, ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുന്ദരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VB ശശിധരൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി മുഹമ്മദ് നൌഫൽ, ന്യൂനപക്ഷ കോൺഗ്രസ് ഭാരവാഹി മുത്തുകുട്ടി, മണ്ഡലം ഭാരവാഹി ശാന്തകുമാർ, മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ കൺവെൻഷനിലും പ്രതിഷേധ സംഗമത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗ്രൂപ്പ് പ്രീണനത്തിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പിന്മാറിയില്ലെങ്കിൽ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ. കോട്ടായിലെ സാധാരണക്കാരുടെയും കർഷകരുടെയും താൽപ്പര്യമുയർത്തിപ്പിടിക്കുന്ന നിലപാടുമായാണ് മുന്നോട്ട് പോവുകയെന്നും മോഹൻകുമാർ വ്യക്തമാക്കി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കുന്ന നിലപാടുകളിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ പിന്മാറണമെന്ന്
കെ മോഹൻകുമാർ ആവശ്യപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് സഹപ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനിക്കും. കോട്ടായിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമായ നിലപാടായിരിക്കും തങ്ങൾ സ്വീകരിക്കുകയെന്നും മോഹൻകുമാർ പറഞ്ഞു. CPM-നെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തോട് പാവപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവുമാണ് മുഖ്യ ലക്ഷ്യമെന്നായിരുന്നു മോഹൻകുമാറിൻ്റെ മറുപടി. ആ കഴിയുന്ന ശക്തിയോടൊപ്പം പോവാതെ മറ്റു നിവൃത്തി ഉണ്ടാവില്ല. അതാണ് അങ്ങനെ ഉണ്ടാവില്ല. അത് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ഒന്നുകൂടെ വിളിച്ച് ഈ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമാണ് അത്തരത്തിലുള്ള തീരുമാനം. ഞാൻ CPM-ന്റെ പിന്തുണ എന്നുള്ള കാര്യമല്ലല്ലോ പറഞ്ഞത്. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഇതൊന്നാലും BJP-ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അറിയാം. പക്ഷേ BJP എന്നൊരു വർഗീയത കയറിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ തടുക്കാനും ഇവിടുത്തെ ആളുകൾ കഴിയില്ല. കാരണം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ തന്നെ ആശങ്കയിലാണ്. പക്ഷെ അവരുടെ വളർച്ച തടയാൻ അതിന് കരുത്തുള്ളതിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്റർനാഷണൽ ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന നയങ്ങളുമായാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നതെന്ന് സ്വതന്ത്ര കർഷക സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് കുട്ടി സ്വതന്ത്ര കർഷക സമ്മേളനത്തിൻ്റെ ഭാഗമായി പാലക്കാട്ട് നടന്ന വനിതാ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയെ അവഗണിച്ച് കർഷകരെ കടക്കെണിയിലാക്കിയതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടമെന്നും കെ മുഹമ്മദ് കുട്ടി ആരോപിച്ചു. സംസ്ഥാനത്ത് ഹെക്ടർ കണക്കിന് സ്ഥലമാണ് തരിശിടുന്നത്. കൃഷിയിലേക്കിറങ്ങാനായി സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ വാഗ്ദാനങ്ങൾ കേട്ട് കൃഷിയിലേക്കിറങ്ങിയവർ കടക്കെണിയിലാവുന്ന അവസ്ഥയാണെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു. വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സുഹറാം അമ്പാട് അധ്യക്ഷത വഹിച്ചു. പ്രവാസി ലീഗ് ദേശീയ സെക്രട്ടറി MS അലവി, ഹനീഫ മുന്നയൂർ, സറീന അഹമ്മദ് അലി, സജീന ടീച്ചർ, അഡ്വക്കേറ്റ് നാഷിദ, നഫീസ, PP മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആർക്കും അവഗണിക്കാനാകാത്ത സംവിധാനമായി കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിട്ടുണ്ടെന്ന് P മമ്മിക്കുട്ടി MLA. ഷൊർണൂർ നഗരസഭ CDS കുടുംബശ്രീ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു P മമ്മിക്കുട്ടി. ഏൽപ്പിക്കപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീയെ വളർത്തിയെടുക്കാൻ കൂട്ടായി നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി അഭിമാനകരമായ നേട്ടം കൊയ്തെടുക്കാനായെന്നും MLA പറഞ്ഞു. ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ തന്നെ വലിയൊരു സ്ത്രീ മുന്നേറ്റത്തിൻ്റെ സംഘടനയായി ഈ കുടുംബശ്രീ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളീയ സമൂഹം ഒരുമിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ മറ്റാരേക്കാളും മുമ്പത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയായി നിർവഹിച്ച് സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ ശാസ്ത്രേഷവും അതുവഴി അവരുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ മെച്ചപ്പെടുന്നതിന് സഹായകരമായിട്ടുള്ള ഒട്ടേറെ നിലപാടുകൾ, സമീപനങ്ങൾ. ചലനം മെമ്പർഷിപ്പ് പ്രോഗ്രാം പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. SSLC, LSS, USS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ CMC ഇൻചാർജ് KP ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, KM ലക്ഷ്മണൻ, CDS ചെയർപേഴ്സൺ സിന്ധു, P ജിഷ, രാജേഷ്, ജിഷ്മ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സർവകലാശാലയാണ് കുടുംബശ്രീ സംവിധാനമെന്ന് K ശാന്തകുമാരി MLA. ആർക്കും തകർക്കാനാകാത്ത പ്രസ്ഥാനമായി കുടുംബശ്രീ മാറിക്കഴിഞ്ഞെന്നും MLA പറഞ്ഞു. മങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു K ശാന്തകുമാരി. ലോകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞൊരു സാമ്രാജ്യത്വ ശക്തിയാണ് അമേരിക്ക. മനസ്സിലായില്ലേ? അവരെവിടെയാണ് പണം ഉണ്ടാക്കുന്നറിയോ? പല രാജ്യങ്ങളിൽ നമ്മൾ യുദ്ധം ഉണ്ടാകുമ്പോൾ അതിലൊന്ന് അങ്ങനെ തീ കൊളുത്തി വിടും. അപ്പം പിന്നെ മൂർച്ഛിച്ച് ആളുകൾ യുദ്ധം നടത്തുമ്പോൾ യുദ്ധക്കോപ്പുകൾ കൊടുത്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. അത് നല്ല ഗുണമുള്ളതല്ല, പക്ഷേ ലോകത്ത് അങ്ങനെയാണ് ഇപ്പോൾ അമേരിക്ക പണം ഉണ്ടാക്കിയത്. അതിനെ മറികടക്കാൻ ഇപ്പോൾ ചൈന മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 10 കൊല്ലാകുമ്പോഴത്തേക്ക് അമേരിക്കയും മറികടക്കും.
അത് യുദ്ധക്കോപ്പുണ്ടാക്കിയിട്ടല്ല, ജനങ്ങളുമായി സഹകരിച്ചിട്ടാണ്, അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയിട്ടാണ്, വ്യാപാര കച്ചവടം അവരുമായി ഉണ്ടാക്കിയിട്ടാണ്. ആ വ്യാപാര കച്ചവടം എല്ലാ മേഖലയിലും. ചടങ്ങിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി NK കണ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് അംഗങ്ങളായ A നദീറ, KV രാമചന്ദ്രൻ, EP സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. CDS ചെയർപേഴ്സൺ KA വിനീത സ്വാഗതവും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുജാത നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. രാവിലെ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത റാലിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും PSC വഴി നിയമനം നടത്താത്ത സ്ഥാപനങ്ങൾ കേരളത്തിൽ പെരുകുകയാണെന്ന് SC/ST കോർഡിനേഷൻ. PSCയെ മൂലക്കിരുത്തി നടത്തുന്ന നിയമനങ്ങളിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് SC/ST കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി T മായാണ്ടി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിയമനങ്ങൾ PSCക്ക് വിടാത്തതുമൂലം സംവരണം സാധ്യമാകാത്ത ഗവൺമെൻറ് വകുപ്പിൽ തന്നെയുള്ള തസ്തികകളുടെ എണ്ണത്തിലും മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മുൻപന്തിയിലാണ് കേരളമെന്ന് T മായാണ്ടി ചൂണ്ടിക്കാട്ടി. ഇത്തരം സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ അടിയന്തരമായി PSCക്ക് വിടണം. പോലീസ് വകുപ്പിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഗവൺമെൻറ് ലോ കോളേജിലെ പാർട്ട് ടൈം ലെക്ചറർ, പബ്ലിക് പ്രോസിക്യൂട്ടർ, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ തസ്തികകൾ, കേരള ഹൗസിലെയും റെസിഡൻറ്റ് കമ്മീഷണറേറ്റിലെയും നിയമനങ്ങൾ തുടങ്ങിയവ ഗവൺമെൻറ് വകുപ്പിൽ തന്നെ നിയമനം PSCക്ക് വിടാത്ത തസ്തികകളാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ, സർവകലാശാലകളുടെ കീഴിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജുകളിലെ അധ്യാപക നിയമനങ്ങൾ, മലബാർ സിമൻറ്റ്സ് ലിമിറ്റഡ്, ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ്, ചലച്ചിത്ര അക്കാദമി, സാഹിത്യ അക്കാദമി, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, മലബാർ ക്യാൻസർ സൊസൈറ്റി, ലൈബ്രറി കൗൺസിൽ, സ്പോർട്സ് കൗൺസിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, കേരള അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള വനിതാ വികസന കോർപ്പറേഷൻ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IHRD സ്ഥാപനങ്ങൾ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, കേരള കോഓപ്പറേറ്റീവ് യൂണിയൻ, കൊല്ലം ജില്ലാ സഹകരണ സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡ്, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലും സംവരണ തത്വം പാലിക്കുന്നില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളവും പെൻഷനും മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഇനത്തിൽ പ്രതിവർഷം 12,000 കോടി രൂപ വിനിയോഗിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ 1% പോലും പ്രാതിനിധ്യമില്ലാത്ത ഏക സാമൂഹ്യ വിഭാഗമാണ് ദളിത് ആദിവാസികൾ. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള 5 ലക്ഷത്തിലധികം ഉദ്യോഗങ്ങളെയാണ് സർക്കാർ ഉദ്യോഗങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇരട്ടിയിലധികം തസ്തികകളുള്ള മറ്റു പല സ്ഥാപനങ്ങളിലേക്കും സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനൊപ്പം കോടിക്കണക്കിന് രൂപ ഗ്രാൻഡായും നൽകുന്നുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനെയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് സംവരണ തത്വങ്ങളെ കാറ്റിൽ പറത്തി ശുപാർശയുടെയും കോഴപ്പണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് T മായാണ്ടി ആവശ്യപ്പെട്ടു. എല്ലാ നിയമനങ്ങളും PSCക്ക് വിടാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മായാണ്ടി ആവശ്യപ്പെട്ടു. സർക്കാർ ഫണ്ടിൽ തന്നെ പ്രവർത്തിക്കുകയും PSC വഴി അല്ലാതെ യാതൊരു സംവരണ മാനദണ്ഡങ്ങളും പാലിക്കാതെ നിയമനം നടത്തുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലും PSCക്ക് വിടാത്തത് മൂലം സംവരണം സാധ്യമാകാത്ത ഗവൺമെൻറ് വകുപ്പിൽ തന്നെയുള്ള തസ്തികകളുടെ എണ്ണത്തിലും മറ്റ് ഏത് സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിലാണ് കേരളം. ഇത്തരം സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ അടിയന്തരമായി PSCക്ക് വിടണം എന്നാണ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ മുന്നണി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. SC/ST കോർഡിനേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK ബാബു കുന്നംകുളം, ജയകൃഷ്ണൻ വൈദ്യർ, സതീഷ് കുമാർ ആനച്ചിറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 5 ലിറ്റർ വാറ്റ് ചാരായവുമായി കണിയാർകോട് എരവത്തൊടി സ്വദേശി എക്സൈസിൻ്റെ പിടിയിൽ.
56 വയസ്സുള്ള എരവത്തൊടി മണ്ടനാലിൽ വീട്ടിൽ അനിൽ ഘോഷിനെയാണ് പഴയന്നൂർ എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തത്. 5 ലിറ്റർ ചാരായം കൈവശം വെച്ച സംഭവത്തിലാണ് മധ്യവയസ്കനെ പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പാമ്പാടി പാമ്പിൻകാവ് റോഡിൻ്റെ തെക്കുവശത്തുള്ള നാരായണമംഗലം ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു അറസ്റ്റ്. റേഞ്ച് ഇൻസ്പെക്ടർക്കൊപ്പം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AE മീര സാഹിബ്, ഓഫീസർമാരായ വിനോദ്, പ്രവീൺ എന്നിവരും ഉണ്ടായിരുന്നു. പിടിയിലായ അനിൽ ഘോഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭരണകൂട ഭീകരതയിൽ മുരടിച്ചു പോകുന്നതല്ല ജനകീയ സമരങ്ങളെന്ന് വിളയോടി വേണുഗോപാൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംഘടിത മേഖലകൾ ഒന്നിച്ചു നിന്നാൽ തകരുന്നതാണ് ഭരണകൂടമെന്ന ചീട്ടുകൊട്ടാരമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. മിനിമം ദിവസവേതനം 1000 രൂപയാക്കുക, വേനലവധി അലവൻസ് അനുവദിക്കുക, ആരോഗ്യരക്ഷാ പദ്ധതി സുതാര്യമായി നടപ്പാക്കുക, വിദ്യാർത്ഥി പാചക തൊഴിലാളി അനുപാതം ക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാചക തൊഴിലാളി സംഘടന കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഭരണകൂട ഭീകരതയിൽ മുരടിച്ചു പോകുന്നതല്ല ജനകീയ സമരങ്ങളെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത വിളയോടി വേണുഗോപാൽ പറഞ്ഞു. തൊഴിലാളി വർഗത്തെ മറന്ന് മുതലാളിത്ത പാതയിലാണ് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും. അസംഘടിത മേഖലയായ സ്കൂൾ പാചക തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവരോടെല്ലാം സർക്കാർ അനീതി തുടരുകയാണ്. അസംഘടിത മേഖലകൾ ഒന്നിച്ചു നിന്നാൽ തകരുന്നതാണ് ഭരണകൂടങ്ങളുടെ ചീട്ടുകൊട്ടാരമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. അസംഘടിതരായ തൊഴിലാളികളാണെന്നും അതുപോലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കും എന്ന് സർക്കാർ പ്രകടന പദ്ധതിയിലും വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പാചക തൊഴിലാളികളോട് വളരെ നീതി നിഷേധവും അവഗണനയും അവരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന പ്രവണതയാണ് കേരളത്തിലെ തൊഴിലാളികൾ അസംഘടിത തൊഴിലാളികളെ സംരക്ഷിക്കുമെന്നെല്ലാം പ്രഖ്യാപനം നൽകിയിട്ടുണ്ടെങ്കിലും പാചക തൊഴിലാളികളോട് വളരെ അതുപോലെ തന്നെ അംഗനവാടി പ്രവർത്തകരോട് പാചക തൊഴിലാളി സംഘടനാ പ്രസിഡന്റ് ജി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ തേറമ്പിൽ, TP പാഞ്ചാലി, ഗീത പത്മനാഭൻ, വി മറിയം, സി തങ്കമണി, രമ രമേഷ്, KP സരോജിനി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എടത്തറ 5 മൈൽ കൊല്ലംപറമ്പിൽ മിനി മാസ്റ്റ് ലൈറ്റ് മിഴി തുറന്നു. MP ഫണ്ടിൽ നിന്നാണ് പ്രദേശത്ത് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ചെമ്പകവല്ലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ആനന്ദ് ജി, പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ മാസ്റ്റർ, C സുഭാഷ്, H അബ്ദുള്ള, K മണികണ്ഠൻ, ലിബിൻ വലിയപറമ്പിൽ, K ദാസൻ, KA ഹക്കീം, അയൂബ്, K വേണുഗോപാൽ, KH സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കണക്കൻ മഹാസഭയുടെ പേരിൽ അനധികൃത പണപ്പിരിവും ജോലി വാഗ്ദാന തട്ടിപ്പും നടത്തുന്നതായി ആരോപണം. സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇതിന് പിന്നിലെന്നും ഇവർ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന് കണക്കൻ മഹാസഭയുമായി ബന്ധമില്ലെന്നും KKMS സംസ്ഥാന പ്രസിഡന്റ് K രാമചന്ദ്രൻ കല്ലേപ്പുള്ളി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ചിറ്റൂർ, തത്തമംഗലം, കൊല്ലങ്കോട് പ്രദേശങ്ങളിലാണ് അനധികൃത പണപ്പിരിവ് വ്യാപകമായി നടക്കുന്നത്. പണപ്പിരിവിന് പുറമെ ജോലി വാഗ്ദാനത്തിൻ്റെ പേരിലും മറ്റു തരത്തിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. സമുദായത്തിനും സമൂഹത്തിനും മാനഹാനി വരുത്തുന്ന ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം. കണക്കൻ മഹാസഭയുടെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമചന്ദ്രൻ കല്ലേപ്പുള്ളി പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു പൊളിറ്റിക്കൽ, ഞങ്ങളുടെ പേരും വെച്ചിട്ടാണ് ഇങ്ങനെ പൊളിറ്റിക്കൽ, ഈ രജിസ്ട്രേഷൻ നമ്പർ അവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. രജിസ്ട്രേഷൻ നമ്മൾക്ക് രജിസ്ട്രാൾ തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്ത് തന്ന കോപ്പി പോലും അവരുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിലാണുള്ളതെല്ലാം നമ്മുടെ ബോഡിയിലാണ് ഉള്ളത്. പക്ഷെ അത് മറിച്ചുകൊണ്ട് പത്രക്കാർക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ധാരണയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. രക്ഷാധികാരി K രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റ് അയ്യപ്പൻ, ജില്ലാ പ്രസിഡന്റ് VC ഉണ്ണികൃഷ്ണൻ, K ചന്ദ്രൻ, C ശിവരാമൻ, C കൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പാലക്കാട് നായർ സർവീസ് സൊസൈറ്റി മേഖലാതല അവലോകന യോഗം നടന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 9 താലൂക്ക് യൂണിയനുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗം NSS രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടനശക്തി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ പൊതുവെ ഏത് യോഗത്തിൽ പോയാലും കാണുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ യുവജനങ്ങളെ കാണാൻ ഭയങ്കര പാടുകയാണ്. കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ സാന്നിധ്യം പൊതുവെ കുറവാണ്. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ എന്തായാലും കണ്ടെത്തിയേ പറ്റും. അല്ലാതെ വേറെ വഴികൾ കാണുന്നില്ല. കാരണം ഞങ്ങൾ പലപ്പോഴും പാലക്കാട് തന്നെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ യോഗത്തിൽ NSS പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. NSS അസിസ്റ്റന്റ് രജിസ്ട്രാർ V ഉണ്ണികൃഷ്ണൻ, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഭാരവാഹികളായ G ശങ്കരൻ നായർ, P നാരായണൻ നായർ, പാലക്കാട് താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ കോട്ടായിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരസ്യമായ പ്രതിഷേധം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് കോട്ടായിയിൽ പ്രതിഷേധ യോഗം. ചില കോൺഗ്രസ് നേതാക്കൾ ഖദറിന് തട്ടിപ്പുകാരുടെ വസ്ത്രമെന്ന പ്രതിച്ഛായ നൽകിയെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ. ഗ്രൂപ്പ് പ്രീണനത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പിന്മാറിയില്ലെങ്കിൽ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കും. കാർഷിക മേഖലയുടെ നട്ടെല്ലൊടിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം സ്വീകരിക്കുന്നതെന്ന് സ്വതന്ത്ര കർഷക സംഘം ദേശീയ ജനറൽ സെക്രട്ടറി K മുഹമ്മദ് കുട്ടി. കർഷകർ കൃഷിയിൽ നിന്ന് കൂട്ടമായി പിന്മാറും. പാലക്കാട്ട് സ്വതന്ത്ര കർഷക സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ കർഷക സംഗമം. സ്ത്രീ ശാക്തീകരണത്തിന്റെ സർവകലാശാലയാണ് കുടുംബശ്രീ പ്രസ്ഥാനമെന്ന് K ശാന്തകുമാരി MLA. അവഗണിക്കാനാകാത്ത സംവിധാനമായി കുടുംബശ്രീ മാറിയെന്ന് MLA P മമ്മിക്കുട്ടി. ഷൊർണൂരിലും മങ്കരയിലും കുടുംബശ്രീ CDS വാർഷികാഘോഷം. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും PSC വഴി നിയമനം നടത്താത്ത സ്ഥാപനങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണെന്ന് SC/ST കോർഡിനേഷൻ. PSCയെ മൂലക്കിരുത്തി നടത്തുന്ന നിയമനങ്ങളിൽ സംവരണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്നു. ഇത്തരം സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ അടിയന്തരമായി PSCക്ക് വിടണമെന്ന് SC/ST കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി T മായാണ്ടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.